യെസ്, അങ്ങനെ തലസ്ഥാനം പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് NDA. എന്തായാലും ഇനി എറണാകുളത്തേക്കൊന്ന് പോകണം. എറണാകുളം തൃക്കാക്കര നഗരസഭയിൽ കോൺഗ്രസിനെ വെട്ടിലാക്കുകയാണ് വിമത സ്ഥാനാർത്ഥി. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ലിജി സുരേഷാണ് റിബലായി അവിടെ മത്സരിക്കാനൊരുങ്ങുന്നത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് കാരണം തനിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു എന്നാണ് ലിജി പറയുന്നത്. തൃക്കാക്കര നഗരസഭയിൽ കോൺഗ്രസിന്റെ ഷുവർ സീറ്റിലാണ് വിമത സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. 23-ാം ഡിവിഷൻ പാട്ടുപുരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രവീണ അജിത്തിനെതിരെ വിമതയായി മത്സരിക്കുന്നത് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ലിജി സുരേഷാണ്. UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടതനുസരിച്ച് താൻ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നതായും എന്നാൽ തൃക്കാക്കരയിലെ ഗ്രൂപ്പ് പോരിൽ തനിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടതായും ലിജി പറഞ്ഞു. ഞാൻ നിലവിലിപ്പോൾ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. എന്നോട് ഈ വാർഡിൽ മത്സരിക്കാനായിട്ട് നേരത്തെ തുടങ്ങി പറയണതായിരുന്നു. അതനുസരിച്ച് ഞാനിവിടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നു. അവസാനമായപ്പോഴത്തേക്കും ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വേറൊരു സ്ഥാനാർത്ഥി ഇവിടെ തീരുമാനിച്ചു. അതിൻ്റെ അതീവായ ദുഃഖത്തിൻ്റെ എതിരായിട്ടാണ് ഞാനിപ്പോൾ സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചത്. നേതൃത്വം ഇടപെട്ട് പലതവണ മത്സരത്തിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടെങ്കിലും ലിജി തയ്യാറായിട്ടില്ല. ഗ്രൂപ്പ് കളിയാണ് ശരിക്കും ഈ സ്ഥാനാർത്ഥിത്വം എന്നിൽ നഷ്ടപ്പെട്ടത്. പേരൊന്നും ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പല നേതാക്കന്മാരും നമ്മളോട് സംസാരിച്ചു പിന്മാറണം എന്ന് പറഞ്ഞ് ഇവിടെ വരെയും വന്നു. ഇവിടെ വന്ന് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് അത് ഇങ്ങനെ നിൽക്കണമെന്ന് എന്താണെന്നറിയോ, ഒരു ദൈവത്തിൻ്റെ ഒരു നിശ്ചയമായിരിക്കാം. അപ്പോൾ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് നിൽക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. 2015-ൽ നഗരസഭാംഗമായിരുന്ന ലിജി സുരേഷ് കോൺഗ്രസ് നേതാവും സിറ്റിംഗ് കൗൺസിലറുമായ VD സുരേഷിന്റെ ഭാര്യയാണ്. സീറ്റ് വാഗ്ദാനം നൽകി കോൺഗ്രസ് കബളിപ്പിച്ചതിനാൽ ആരൊക്കെ എതിർത്താലും മത്സരിക്കാൻ തന്നെയാണ് ലിജി സുരേഷിന്റെ തീരുമാനം. ജനം, കൊച്ചി.